നല്ല മേക്കിംഗ് ക്വാളിറ്റിയിൽ നല്ല ടെക്നിക്കൽ സപ്പോർട്ടിൽ സ്റ്റാർട്ട് ടു എൻഡ് കോമഡി ട്രാക്കിൽ എടുത്തിട്ടുള്ള ഒരു സിനിമ. പേര് സൂചിപ്പിക്കുന്നത് ഒരു ഡിറ്റക്റ്റീവ് മോഡിലുള്ള പരിപാടിയാണെന്നാണ്. എന്നാൽ ഇതിനകത്ത് കോമഡി ട്രാക്കിലാണ് പോകുന്നത്. പക്ഷേ കുറച്ചൊരു ത്രില്ലിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ഇതിന്റെ ഒരു കളർ ടോൺ എന്താണ് ഇങ്ങനെയെന്ന് തോന്നിയിരുന്നു. പക്ഷേ ആ സിനിമ കണ്ട സമയത്ത് ഇത് കൃത്യമായി മനസ്സിലായി. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളർ ടോൺ ഒരു സൗത്ത് അമേരിക്കൻ സിനിമയുടെ ഒരു ടോണാണ്. അതെന്താണെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഷറഫുദ്ദീന്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. അതെന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ അധികം കണ്ടുവരാത്തൊരു ജോണറാണ് ഈ സിനിമയ്ക്ക്. കാരണം കോമഡി പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി അവർ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. കോമഡി ട്രാക്കിൽ പോകുന്ന പടമാണെങ്കിലും നമുക്ക് ലോജിക് എല്ലാം മാറ്റി വെക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തുള്ള സീനുകളും സിറ്റുവേഷൻസ് ഒക്കെ നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ലോജിക്കലി നമുക്കത് എന്താ പറയുക, നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യാനൊന്നും സമയം അവർ തരുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു പോകുന്നതും ഇതിലെ സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിക്ക് ഇവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി റൈറ്റിങ്ങിലൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്. മേക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് നല്ല പെട്ട മേക്കിംഗ് ആണ്. കാരണം യൂത്തിനൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മേക്കിംഗ്. എസ്പെഷ്യലി ഇതിന്റെ ഫൈനൽ ആക്ടാണ് ഗംഭീരം. അതുപോലെ തന്നെ രാജേഷ് മുരുകേഷിന്റെ മ്യൂസിക് ഒക്കെ ഗംഭീരമാണ്. എസ്പെഷ്യലി ആ ക്ലൈമാക്സിലൊക്കെ പുള്ളി യൂസ് ചെയ്തിരിക്കുന്ന പരിപാടിയൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ പഴയ പ്രിയദർശന്റെ ഒക്കെ സിനിമയില്ലേ, ഈ മഴ പെയ്യുന്നു മദ്ദളം കൂട്ടുന്നു, വേണമെങ്കിൽ വെട്ടം പറയാം, അതിനകത്തൊക്കെ ഉള്ള ഒരു ക്ലൈമാക്സിലെ കൂട്ടപ്പരിശീലനം അത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പക്ഷെ അത് വളരെ ഭംഗിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനിലൊക്കെ അത് പരിപാടി ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനയിച്ച് തകർക്കാനുള്ള പരിപാടികളൊന്നും ആക്ടേഴ്സിനില്ല. പക്ഷെ ഒരു സീനൊക്കെ ഭംഗിയാക്കണമെങ്കിൽ ഇതിൽ ആക്ടേഴ്സ് എടുത്തിട്ടുള്ള പരിപാടി, എസ്പെഷ്യലി ജോമോൻ ചൗധരി, ഷറഫുദ്ദീൻ, അതുപോലെ വിജയരാഘവൻ, ഇങ്ങനെ തുടങ്ങി എല്ലാവരും, ഇപ്പോൾ നിഷാന്ത് സാഗർ, ഒരുപാട് പേരുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ടൊക്കെ എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യേണ്ട നല്ല വൈബ് പരിപാടിയാണ്. പിള്ളേർ സെറ്റിനൊക്കെ നന്നായിട്ട് കണക്ട് ആവുന്ന കോമഡി എന്റർടൈനർ തന്നെയാണ് പരിപാടി. എന്നാൽ ത്രില്ലിംഗ് മൂഡും ഉണ്ട്. ഇതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയാണ് ഏറ്റവും ഗംഭീരം. പ്രണീഷ് വിജയനാണ് ഇതിന്റെ ഡയറക്ടർ. പുള്ളിയും ജയ് വിഷ്ണു എന്ന് പറഞ്ഞ ആളും കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ എഴുത്താണെങ്കിലും ഇതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം ഗംഭീരമാണ്. സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് മോശമൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് കുറേ സീനുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ സീനുകളും ആ വന്നു പോകുന്ന ക്യാരക്ടേഴ്സും ഒക്കെ ഗംഭീരമായി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണേണ്ട ഒരു സ്റ്റാർട്ട് ടു എൻഡ് കോമഡി ട്രാക്കിൽ പോകുന്ന ഒരു പടമാണ്.